അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോട്ടിക് ഡിസെക്ഷനാണ്. അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിബേക്കി ക്ലാസിഫിക്കേഷനും സ്റ്റാൻഫോർഡും. അത് അയോട്ടിക് ഡൈസെക്ഷൻ്റെ സിംറ്റംസ് ചെസ്റ്റ് പെയിൻ, ഷാർപ്പ്, സ്റ്റാബിങ് ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാകാം. ഓക്കെ. ഡിബേക്കി ക്ലാസിഫിക്കേഷൻ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആയിട്ടുണ്ട്. അപ്പം ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ടൈപ്പ് 1. ഓക്കെ. 60% ഓഫ് അയോട്ട ഇൻവോൾവിങ് ഡിസെൻഡിങ് അയോട്ട, പിന്നെ അസെൻഡിങ് അയോട്ടയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടൈപ്പ് 2 ലിമിറ്റഡ് ടു അസെൻഡിങ് അയോട്ട മാത്രമേ ഉള്ളൂ അയോട്ടിക് ഡൈസെക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. ടൈപ്പ് 2 അസെൻഡിങ് അയോട്ടയിൽ മാത്രം ലിമിറ്റഡ് ആണ്. ഓക്കെ. ടൈപ്പ് 3 ഓൺലി ഡിസെൻഡിങ് അയോട്ട മാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് 3 ഡിബേക്കി ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാൻഫോർഡ് എയും സ്റ്റാൻഫോർഡ് ബിയും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ സ്റ്റാൻഫോർഡ് എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർജൻറ്റായിട്ട് സർജറി ചെയ്യണം. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡിബേക്കി 1ഉം 2ഉം 1+2. ഓക്കെ. അതായത് അസെൻഡിങ്ങിന് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിലും അസെൻഡിങ് ഡിസെൻഡിങ്ങിന് ഇൻവോൾവ് രണ്ടിനെ ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പ് 1 നമ്മൾ അർജൻറ്റായിട്ട് സർജിക്കൽ റിപ്പയർ കൊടുക്കണം. ഡിസെൻഡിങ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഫോർഡ് ബി ആണ്. ഡിബേക്കി 3 ആണ് സ്റ്റാൻഫോർഡ് ബി എന്ന് ഓർത്ത് വെക്കുക. മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് പ്രൊപ്രാനോൾ ഒക്കെ കൊടുത്താൽ മതിയാവും. ഓക്കെ.